ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി ആട്ടോ അത്. കൊടുതിവെപ്പിൻ്റെ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? കഴിച്ചവർക്കറിയാം, നല്ല ടേസ്റ്റ് അല്ലേ. ഇതിനായിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല. മസാലപ്പൊടികളും ഉപ്പും പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് മാത്രം മതി, അപ്പാര ടേസ്റ്റാണ്. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് ലെഗോൺ ചിക്കൻ ആണ്. ഇതാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. ചിക്കൻ ഏകദേശം 1 കിലോന്റെ അടുത്തുണ്ട്. അതിന്റെ കൂടെയുള്ള ഈ മുട്ടപ്പ് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്പൂണിലാണ് ഞാൻ മല്ലിപ്പൊടി എടുക്കുന്നത്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇവിടെ വല്ലാണ്ട് എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. നല്ല എരിവിൽ വെക്കുമ്പോഴാട്ടോ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണയും 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ലെഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇതേ റെസിപ്പി ബ്രോയിലർ ചിക്കനിലും ചെയ്യാട്ടോ. അപ്പോൾ അത്ര വെള്ളമൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ചിക്കനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടിച്ചിട്ട് ഗ്യാസിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും വന്നാൽ മതി. ചിക്കൻ ഓവർ കുക്കാവാണ്ട് നോക്കണം കേട്ടോ. ബ്രോയിലർ ആണെങ്കിൽ 1 വിസിൽ തന്നെ മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ആവിയെല്ലാം പോയതിനു ശേഷം നമുക്കത് തുറന്നു നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. പിന്നെ ഈ കറീൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ തേങ്ങാക്കൊത്ത്. ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതും കൂടെ ചേർത്താലേ ഈ ഒരു ചിക്കൻ കറി കംപ്ലീറ്റ് ആവുള്ളൂ. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്കൊരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കറീൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രേവി ആവശ്യമാണെങ്കിൽ ഇപ്പോഴേ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ആരും ഇതുവരെ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.